ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരൊക്കെ അഴിമതി വീരന്മാരാണോ? ഇപ്പോൾ ഭരിക്കുന്ന ചില മുഖ്യമന്ത്രിമാർ, അതുപോലെ മുൻ മുഖ്യമന്ത്രിമാർ, പല സംസ്ഥാനങ്ങളിലെയും അവരുടെ കഥകൾ കേൾക്കുമ്പോൾ അങ്ങനെ തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നമ്മുടെ കേരളത്തിൻ്റെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ലാവ്ലിൻ കേസ് എന്ന് പറയുന്ന ഒരു അഴിമതി കേസ് കുറേ വർഷമായിട്ട് ഇങ്ങനെ സുപ്രീം കോടതിയിൽ 30, 35, 40 തവണ മാറ്റിവെച്ചുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം ഭരണം തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിന് അവസരമൊരുക്കുന്നത് ആരൊക്കെയാണ് എന്നൊക്കെയുള്ള ചില സന്ദേഹങ്ങളും അഭ്യൂഹങ്ങളുമൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഡൽഹിയിൽ കേജ്രിവാളിന് അവിടെ ഈ നമ്മുടെ പഴയ ബാർ കേസ് പോലെ മദ്യ ലൈസൻസ് എക്സൈസ് ആയിട്ട് ബന്ധപ്പെട്ട് അഴിമതിയിൽ പങ്കുണ്ട് എന്നുള്ള ആരോപണം ശക്തമായിട്ട് നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരുന്ന ആൾ ഇപ്പോൾ 10 മാസത്തിലധികമായിട്ട് ജയിലിൽ കിടക്കുകയാണ് ഈ അഴിമതി ആരോപണത്തിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട്. അതുപോലെ അടുത്ത ഏറ്റവും പ്രഗത്ഭനായ വേറൊരു മുഖ്യമന്ത്രി ആയിരുന്ന ലാലു പ്രസാദ് യാദവ് ബീഹാർ എന്ന് പറയുന്നത് ഒരു വലിയ എന്താ പറയുക വിപ്ലവ നായകരൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. ജയപ്രകാശ് നാരായൺ തുടങ്ങി അങ്ങനെ വലിയ ആളുകൾ. അപ്പോൾ ഈ ലാലു പ്രസാദ് യാദവിനെതിരെ ഇപ്പോൾ ഒരു അന്വേഷണം ചൂടുപിടിച്ച് നടക്കുന്നു എന്ന് ചില മാധ്യമങ്ങൾ പറയുന്നു. പക്ഷേ അതായത് ഈ ലാൻഡ് ഫോർ ജോബ് എന്ന് പറയുന്ന ജോലിക്ക് വേണ്ടി സ്ഥലം കൊടുക്കുന്ന ഒരു അഴിമതി രീതി. ഇദ്ദേഹം പണ്ട് റെയിൽവേ മന്ത്രിയായിരുന്ന സമയത്ത് 2004 മൻമോഹൻ സിംഗ്, അതായത് കോൺഗ്രസിൻ്റെ ഭരണം കേന്ദ്രത്തിൽ നടക്കുന്ന സമയത്താണ് ഇദ്ദേഹം റെയിൽവേ മന്ത്രിയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം മനുഷ്യർക്ക് ജോലി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നൂതന മാർഗം കണ്ടുപിടിച്ചു. ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ ഉദിച്ചു, മനുഷ്യരുടെ അടുത്ത് പൈസ കാണത്തില്ല, ഈ ജോലിക്ക് പൈസ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേസമയം എല്ലാവരുടെ അടുത്തും കുറച്ചെങ്കിലുമൊക്കെ സ്ഥലം കാണും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, സ്ഥലം നമുക്ക് എഴുതാം, അപ്പോൾ ജോലി തരാം. അപ്പോൾ ഒരു പരസ്യമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, സാധാരണ ഒരു പൊതു സ്ഥാപനത്തിൽ ജോലിക്ക് അതിൻ്റേതായ ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. ഒന്നെങ്കിൽ പത്രത്തിൽ പരസ്യം കൊടുക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നോട്ടീസ്, ആ സ്ഥാപനത്തിൻ്റെ നോട്ടീസ് ബോർഡിലെങ്കിലുമൊക്കെ ഇടണം, ഇങ്ങനെ ഇത്രയും വേക്കൻസി ഉണ്ട്, ആർക്ക് വേണേൽ അപ്ലൈ ചെയ്യാം. അതാണല്ലോ നമ്മുടെ ഭരണഘടനയിലെ തുല്യത എന്നൊക്കെ പറയുന്നത്. അതായത് എല്ലാവർക്കും തുല്യമായ അവസരങ്ങൾ സർക്കാരിലെ ജോലികൾക്കുണ്ട് എന്നുള്ളതൊക്കെയാണ് ഭരണഘടന പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ ഭരണഘടനാ മൂല്യങ്ങളൊക്കെ കാറ്റിപ്പറത്തി ഇപ്പോഴത്തെ ഇന്ത്യ അലയൻസിൻ്റെ വലിയ സമ്പന്നതനായ നേതാവായ ലാലു പ്രസാദ് യാദവ് ഈ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് അഴിമതിയുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളൊക്കെ അദ്ദേഹം അന്ന് നടപ്പാക്കി. അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ആൾക്കാരും അല്ലാത്ത നാട്ടിലുള്ളവരുടെ അടുത്തൊക്കെ സ്ഥലം എഴുതി വാങ്ങി, സ്ഥലം വാങ്ങി എഗ്രിമെൻ്റൊക്കെ ആകുമ്പോൾ തന്നെ താൽക്കാലികമായിട്ട് നിയമനം കൊടുക്കും. താൽക്കാലിക നിയമനം കൊടുത്ത് സ്ഥലം രജിസ്റ്റർ ചെയ്ത് ഈ പുള്ളിയുടെ ഭാര്യയുടെ പേരിലോ മകൻ്റെ പേരിലോ മകളുടെ പേരിലോ അല്ലെങ്കിൽ പുള്ളി പറയുന്ന ആളുകളുടെ പേരിലോ ഒക്കെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അത് സ്ഥിരപ്പെടുത്തും. അതായത് പെർമനൻറ്റ് ജോലിയാകുക, റെയിൽവേയിൽ പെർമനൻറ്റ് ജോലി. അപ്പോൾ ഈ അഴിമതി പിന്നീട് 2008 ഇദ്ദേഹത്തിൻ്റെ ഒരു കാലം കഴിയുന്ന സമയത്ത് ഒരു MLA പരാതിയായിട്ട് കൊടുത്തു. അതിനുശേഷം ഇപ്പോൾ പശ്ചിമ ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന മമതാ ബാനർജിയായിരുന്നു റെയിൽവേ മന്ത്രി. അപ്പോൾ 2010 ഈ മമതാ ബാനർജി ഒരു CBI അന്വേഷണം ഇതിനെ നടത്താൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്തു. അങ്ങനെ 2010 CBI അന്വേഷണം തുടങ്ങിയ ഒരു കാര്യമാണ് ഈ ലാലു പ്രസാദ് യാദവ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നേരിടുന്ന ആ ഒരു ജോലിക്ക് വേണ്ടി സ്ഥലം എന്ന ആ ഒരു അഴിമതി. ഇദ്ദേഹം ഇത് മാത്രമല്ല, ഇതിനു മുമ്പും കാലിത്തീറ്റ കുമ്പോണം എന്നൊക്കെ പറഞ്ഞ് വലിയ അഴിമതി നടത്തുകയും അഴിമതി ശിക്ഷിക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വലിയ മഹാനായ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭാര്യ റാബ്രി ദേവി മുഖ്യമന്ത്രിയാക്കി, അതിനുശേഷം മകനെ ഉപമുഖ്യമന്ത്രിയാക്കി, മകൾ MP ആണ്. അപ്പോൾ അങ്ങനെ ആ ബീഹാറിനെ നശിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്ത, അതുപോലെ കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്നപ്പോഴത്തേനും അഴിമതി എങ്ങനെയൊക്കെ കാണിക്കാമെന്നുള്ളതിന് പുതിയ മാർഗങ്ങളൊക്കെ അവലംബിച്ച് നടപ്പാക്കിയ വളരെ മഹാനായ ഒരു ആയിരുന്നു ഈ ലാലു പ്രസാദ് യാദവ്. അദ്ദേഹം ഇപ്പോൾ നമ്മളുടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു സമ്പന്നനായ നേതാവും ആ സഖ്യത്തിൻ്റെ ഘടകകക്ഷിയുമൊക്കെയാണ്. അപ്പോൾ ഇന്ത്യ സഖ്യത്തെപ്പറ്റി ഇനി കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. അത് എന്തൊക്കെയാണ് ഇന്ത്യ സഖ്യം സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത്, അഴിമതി മാത്രമാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ഈ ലാലു പ്രസാദ് യാദവിൻ്റെ ഈ പരിപാടി അതിൻ്റെ തെളിവുകൾ ചിലത് വളരെ രസകരമാണ്. അദ്ദേഹത്തിൻ്റെ മകന് ഡൽഹിയിൽ ഒരു
ന്യൂ ഫ്രണ്ട്സ് കോളേജിൽ ഒരു 4 നിലയുള്ള ഒരു വലിയ ഫ്ലാറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ബംഗ്ലാവുണ്ട്. ആ ബംഗ്ലാവിൻ്റെ വില എന്തോ 4 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതിന് ഏകദേശം ഇപ്പോൾ 250 കോടിയോളം വിലയുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിലൊക്കെ ചില സ്ഥലങ്ങളൊക്കെ 7 ലക്ഷം രൂപയ്ക്ക് 4-5 സ്ഥലങ്ങൾ ബീഹാറിൽ ഈ പറഞ്ഞ ജോലിക്ക് ആവശ്യമുള്ളവർ ജോലിക്ക് വേണ്ടിയിട്ട് കൊടുത്ത സ്ഥലങ്ങളാണ്. ആ സ്ഥലങ്ങളൊക്കെ വളരെ ചെറിയ വിലയ്ക്ക് ആണ് കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം അത് വേറൊരു MLAക്ക്, ഇവരുടെ തന്നെ ഘടകകക്ഷിയായിട്ടുള്ള വേറൊരു MLAക്ക് അത് 3.5 കോടിക്ക് അത് ഉടനെ തന്നെ മറിച്ച് വിറ്റതായിട്ട് രേഖയുണ്ടാക്കി. അതായത് കൊല്യൂസീവ് ആയിട്ടുള്ള സെയിൽ എന്നാണ് അത് നിയമത്തിൽ പറയുക. അത് 2 കൂട്ടരും കൂടെ ഒത്തുകൊണ്ടുള്ള ഒരു വില. എന്നിട്ട് ആ ഒരു പൈസ ഈ തേജസ്വി യാദവ്, അതായത് ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ്റെ അക്കൗണ്ടിലേക്ക് വരെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള അത്രയും ബാലിശമായിട്ട് ഓപ്പണായിട്ട് ഈ രാജ്യത്ത് ഒരു നിയമവും എന്നെ പിടിക്കാൻ പിടിക്കില്ല എന്നുള്ള ഒരു ധാർഷ്ട്യത്തോടു കൂടിയുള്ള അഴിമതിയാണ് ഈ ലാലു പ്രസാദ് യാദവും അവളുടെ ഭാര്യ റാബ്രി ദേവിയും അതുപോലെ അവളുടെ മകൻ തേജസ്വി യാദവും ഒക്കെ ഈ കാട്ടിക്കൂട്ടി ഇപ്പോഴും കാട്ടിക്കൂട്ടുന്നുണ്ടാവും. കാരണം അവർ പഠിച്ചതല്ലേ പാടൂ. അഴിമതി കാണിച്ച് കുറേ കാലം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്ക് അത് മാറാൻ പറ്റത്തില്ല. അത് മാത്രമാണ് അവർക്ക് അറിയാവുന്ന ഏക രീതി. അതിനുവേണ്ടിയാണ് അവർ ഭരിക്കുന്നതെന്നാണ് അവരുടെ വിചാരം. അപ്പോൾ അങ്ങനെ ഉള്ളൊരു മുഖ്യമന്ത്രിയായിരുന്നു ലാലു പ്രസാദ് യാദവ്. ഇപ്പോൾ ജാർഖണ്ഡിലെ ഷിബു സോറനെ പറ്റിയും അങ്ങനെ കഴിഞ്ഞ ദിവസം പുള്ളിയുടെ ഡൽഹിയിലുള്ള വീട്ടിൽ നിന്ന് 36 ലക്ഷം രൂപയുടെ കറൻസി കണ്ടെടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിമാർ ഇങ്ങനെ അഴിമതി കാണിക്കാൻ വേണ്ടിയാണ് ഭരണത്തിൽ ഞങ്ങൾ എത്തുന്നത് എന്ന് ഉള്ള ഒരു സന്ദേശമാണോ ജനങ്ങൾക്ക് നൽകുന്നത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മുഖ്യമന്ത്രിമാർ വീണ്ടും കേന്ദ്രത്തിലോ സംസ്ഥാനങ്ങളിലോ ഒക്കെ ഭരണത്തിലിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് നല്ലൊരു കാര്യമാണോ?